ഐഡിയാസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് നല്ലൊരു വാട്ടർമെലൺ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ സാധാരണ വാട്ടർമെലനൊക്കെ ജ്യൂസ് അടിക്കുക കുറച്ച് പഞ്ചസാരയും കുറച്ച് ഐസ് ക്യൂബും ഒക്കെ ഇട്ടിട്ട് അടിച്ചെടുക്കാറൊക്കെ അല്ലേ ചെയ്യാം. ഇന്ന് ഞാനിതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടാണ് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. ഈ ഒരു ജ്യൂസ് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു വാട്ടർമെലൻ്റെ ഒരു 1/4 ഭാഗത്തോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ചെറിയൊരു പീസ് ഇതൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് അവസാനം ചേർത്ത് കൊടുക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ചെറിയ പീസാക്കിയിട്ട് ഞാനിവിടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലത്തെ കുരുവൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള തണ്ണിമത്തം കൂടെ ഒന്ന് എടുക്കാം കേട്ടോ. അതും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇത് കുറച്ച് വലിയ പീസാക്കിയിട്ടൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. കാരണം നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിലത്തെ കുരും കൂടെ ഒന്ന് മാറ്റണം കേട്ടോ. കുരുവൊക്കെ മാറ്റിയതിന് ശേഷം പിന്നെ നമുക്കിത് മിക്സി ജാറിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു 3.5 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മധുരമാണ് വേണ്ടത് അതിനൊക്കെ അനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതിനുശേഷം പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയുടെ നീര് കൂടെ ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഒന്ന് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചിയുടെ നീരും ചെറുനാരങ്ങ നീരൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രിങ്ക് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് പുതിനയില കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുതിനയുടെ ഇല ചേർക്കുമ്പോൾ കൂടി പോകണ്ട കേട്ടോ. അതുപോലെ 2-3 ഇല മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കൂടി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു ഫ്ലേവറാണ് ഈ ഒരു ജ്യൂസിന് ഉണ്ടാവുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ ചെയ്യേണ്ടത്. ഇതിപ്പോൾ നന്നായിട്ട് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് വേണമെങ്കിൽ അരിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് അരിച്ചെടുക്കണില്ല, കാരണം ഇതിൽ അധികം തരികളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് കസ്കസ് കുതിർത്തത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ 1 ടീസ്പൂൺ കസ്കസ് എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കുതിർത്തെടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു വാട്ടർമെലൻ്റെ കഷ്ണം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഐസ് ക്യൂബൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ് കേട്ടത്. അപ്പോൾ ഇതുപോലെ വാട്ടർമെലൺ ഡ്രിങ്ക് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. പുതിനയിലയും അതുപോലെ തന്നെ ഇഞ്ചിയുടെ നീരും ലെമണിൻ്റെ ജ്യൂസൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു ഡ്രിങ്കിന്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.